ഡേ ആയിട്ട് തുടങ്ങിയിട്ടുള്ള ശീലമാണ് ഓവർനൈറ്റ് ഓട്സ്. ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഡയറ്റിൻ്റെ ഭാഗമൊന്നുമല്ല, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള മടി കൊണ്ട് അല്ലെങ്കിൽ സമയക്കുറവ് കൊണ്ട് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം ഞാൻ 4 സ്പൂൺ ഓട്സ് എടുത്തിട്ടുണ്ട്, ചിയ സീഡ് എടുത്തിട്ടുണ്ട്, മുന്തിരി, ഫ്ലാക്സ് സീഡ്സ്, സൺഫ്ലവറിൻ്റെ സീഡ്സ്, പിസ്ത തൊലി കളഞ്ഞിട്ടുള്ളത്, പിന്നെ വാൾനട്ട് അത് കുറച്ച് വലുതായതുകൊണ്ട് ചെറുതാക്കി ഇടുന്നുണ്ട്. സ്വതവേ റോ ആയിട്ട് കഴിക്കാൻ എനിക്ക് അതൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കഴിക്കുന്നത്. പിന്നെ നമ്മുടെ പംകിൻ സീഡ്സ്, ബ്ലാക്ക് റേസിൻസ്, പിന്നെ ഡേറ്റ്സ് ഇല്ലേ നന്നായിട്ട് ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക, എന്നാലാണ് മധുരം എല്ലാവർക്കും പിടിക്കുകയുള്ളൂ. ബദാം, അണ്ടിപ്പരിപ്പും കൂടി ഇടാറുണ്ട്, അത് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാം ഒരുപാടല്ല കേട്ടോ, ഒരു 4-5 എണ്ണം അല്ലെങ്കിൽ 5-6 എണ്ണം വെച്ചിട്ടിട്ടാൽ മതി. ഇതെല്ലാം കൂടി നമ്മൾ പാലിലാണ് സോക്ക് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഹണിയും കൂടി ചേർത്ത അടിപൊളിയാണ്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. രാത്രി കിടക്കാൻ നേരത്ത് അത് നന്നായിട്ട് സോക്കായിട്ട് വീർത്ത് വന്നിട്ടുണ്ടാവും. ഫ്ലാക്സ് സീഡ്സും അതുപോലെ ചിയ സീഡ്സും ഒക്കെ നല്ലോണം സോക്കാവുന്ന ഐറ്റംസാണ്. പിന്നെ നട്ട്സൊക്കെ റോ ആയിട്ട് കഴിക്കുന്നതിനേക്കാളും സോക്ക് ചെയ്ത് കഴിക്കണം എന്നാണ് പറയുക. രാവിലെ ഇട്ടിട്ട് എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതും കൂടി ഇടുക. നമ്മുടെ കയ്യിൽ പഴം ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഇട്ടിട്ടുണ്ട്. ട്രസ്റ്റ് മീ ഗൈസ്, അടിപൊളിയാണ്.